എടുത്തിട്ടുണ്ട്. എഗ്ലെസ് കാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക് ആണ് കേട്ടോ ഇത്. ഞാൻ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ കാരറ്റ് പുഡിംഗ് കേക്ക് ഉണ്ടാക്കിയ പോലെ മുകളിലേക്ക് ഇതേപോലെ കാരറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കാഷ്യൂ നട്ട്സ് മാത്രം ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിനെ നമ്മൾ ഇതിലിട്ട് കൊടുത്തതിനേക്കാൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കാരറ്റ് പുഡിംഗ് കേക്ക് കൂടെ ഒന്ന് ഈ കേക്ക് മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കേക്ക് ടീന് നമുക്ക് ഈ കേക്ക് ബേസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കേക്ക് ബേസിൽ കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ തട്ടി കൊടുത്ത ശേഷം ഈ ടിന്നൊന്ന് പൊക്കി കൊടുത്താൽ നമുക്ക് ഇതിങ്ങനെ വരും കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. നമ്മളിതാ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെതാ കാരറ്റ് പുഡിംഗ് കേക്കും നമ്മളിവിടെ കേക്ക് ടിന്നിൽ നിന്നും ഡിമോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ തൊട്ട് കാണിച്ചു തരാം, ഒന്ന് ടച്ച് ചെയ്ത് കാണിച്ചു തരാം കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന്. ഇതാ കാണാൻ വേണ്ടി അറിയാൻ പറ്റും കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനേ പറ്റും കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന് നമുക്ക് അറിയാനേ പറ്റും കേട്ടോ. ഇനി ഇത് കാരറ്റ് പുഡിംഗ് കേക്കാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ കാരറ്റ് പുഡിംഗ് കേക്കും നമ്മൾ ആ കേക്ക് മോൾഡിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ തൊട്ട് കാണിച്ചു തരാം നമ്മുടെ കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന്. എഗ്ലെസ് കേക്കാണ് കേട്ടോ ഇത്. എത്ര സോഫ്റ്റ് ആണെന്ന് ഞാനിതാ തൊട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കേക്ക്. ഇനി ഇതാ ഇത് എഗ്ലെസ് കാരറ്റ് പുഡിംഗ് കേക്കാണ് കേട്ടോ. ഇത് എഗ്ലെസ് കാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതും കൂടെ ഒന്ന് തൊട്ട് കാണിച്ചു തരാം എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാനായി പറ്റൂ കേട്ടോ. ഞാനിതാ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ തൊടുമ്പോൾ തന്നെ പൊട്ടി വരുന്നുണ്ട്, അത്രയും സോഫ്റ്റ് ആണ് കേക്ക്. അങ്ങനെ നമ്മുടെ 2 എഗ്ലെസ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കും എഗ്ലെസ് കാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കും എഗ്ലെസ് കാരറ്റ് പുഡിംഗ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതേപോലെ ഞങ്ങളുടെ റെസിപ്പിയിലെല്ലാം ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അങ്ങനെതാ എൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ട രണ്ടുപേരുടെയും ബർത്ത്ഡേക്ക് കൊണ്ടുപോകണില്ല കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട, അതായത് നമ്മളെ ബർത്ത്ഡേ വരുന്ന അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട ക്രീമൊന്നും ഇല്ലാത്ത എഗ്ലെസ് കേക്കാണ് കേട്ടോ ഇത്. ഞാനിതാ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാനിതവിടെ ഫോണ്ടന്റിൽ പേര് എഴുതിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ എൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എഗ്ലെസ് കാരറ്റ് പുഡിംഗ് കേക്കും ഇത് എഗ്ലെസ് കാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കും ആണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ അതിലേക്ക് ഒരു ഫൗണ്ടൻ വർക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഈ 2 കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിത് പാക്ക് ചെയ്യാം കേട്ടോ. ഞാനത് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി പാക്ക് ചെയ്ത് നമുക്കിതൊന്ന് കൊണ്ടുപോകാം കേട്ടോ. എല്ലാ പ്രിയപ്പെട്ടവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ. നമ്മളിതാ കാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കും എഗ്ലെസ് കാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കും എഗ്ലെസ് കാരറ്റ് പുഡിംഗ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ 2 കേക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.
നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ചെറിയൊരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. അവരും ഒരുപാട് ഹാപ്പി ആവും. പ്രതീക്ഷിക്കാതെ നമുക്കൊരു ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ നമ്മൾ ഹാപ്പി ആവില്ലേ? പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സർപ്രൈസ് വരുമ്പോൾ നമ്മൾ ഹാപ്പി ആവുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ അവർ ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫ്രഷ് കേക്കാണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ നാളെയാണ് ബർത്ത്ഡേ എങ്കിൽ, അതായത് മൺഡേ ആണ് ബർത്ത്ഡേ എങ്കിൽ ഇന്ന് സൺഡേ തലേ ദിവസം തന്നെ ഈ കേക്ക് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് ടേസ്റ്റ് കൂടുതലൂ കേട്ടോ. തലേ ദിവസം തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി വെക്കാം. തലേ ദിവസം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കേക്കിന് ടേസ്റ്റ് കൂടും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ തലേ ദിവസം തന്നെ ഈ കേക്ക് ഉണ്ടാക്കി വെക്കാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ 2 കേക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ